GPS സംവിധാനം എല്ലാ വാഹനങ്ങളിലും നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അസ്വാഭാവികമായ സാഹചര്യങ്ങളിലും അപകടമുണ്ടാകുന്ന ഘട്ടങ്ങളിലുമെല്ലാം സുരക്ഷയും സഹായവും ഉറപ്പാക്കുക എന്നതാണ് GPS-ന്റെ അടിസ്ഥാനപരമായ ഒരു ധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ അത് ഓരോ വാഹനങ്ങളിലും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് ഞാൻ ഈ ടാക്സിയിൽ കയറുമ്പോൾ തന്നെ GPS സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. കൃത്യമായി സുരക്ഷ ഉറപ്പാക്കാനായി പാനിക് ബട്ടൺ അടക്കം അത് യാത്രക്കാർക്കും ഒപ്പം തന്നെ ഡ്രൈവർക്കും ഈ പാനിക് ബട്ടൺ അടക്കം ഈ വാഹനത്തിൽ ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സുരക്ഷ പൂർണ്ണമായും ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് ഈ വാഹനത്തിലേക്ക് കയറുകയും ചെയ്തിട്ടുള്ളത്. യാത്രക്കിടയിൽ അസ്വാഭാവികമായ എന്തെങ്കിലും ഉണ്ടായാൽ ഈ അപായ സൂചന നൽകാൻ വേണ്ടിയാണ് ഈ പാനിക് ബട്ടൺ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഒരു യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നിയാൽ എനിക്ക് ഈ പാനിക് ബട്ടൺ അമർത്താം. നമ്മൾ ഈ പാനിക് ബട്ടൺ അമർത്തുകയാണ്. കൃത്യമായി ഞാൻ ഈ പാനിക് ബട്ടണിലേക്ക് അമർത്തിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നിർദ്ദേശം? എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കാൻ അത്തരത്തിലുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഞാൻ അമർത്തിയിട്ടുണ്ട്. ഇനി എത്ര സമയം കൊണ്ട് ഇവർക്ക് മെസ്സേജ് ലഭിക്കും, അതിനുശേഷം എന്താണ് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാനിക് ബട്ടൺ അമർത്തി. നേരത്തെ നിങ്ങൾ തന്നെ പാനിക് ബട്ടണിൻ്റെ വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മളും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു അമർത്തി താങ്കൾക്ക് ഇപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടോ? എന്താ? എനിക്ക് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. ഈ നേരം വരെയായിട്ട് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. മെസ്സേജിൻ്റെ ഇത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഒരു ബഴുത് പോലും എനിക്കിത് വന്നിട്ടില്ല. മൊബൈൽ നമ്പറുമായിട്ടാണല്ലോ ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതിലേക്ക് ഒരു മെസ്സേജും ഒന്നും വന്നിട്ടില്ല. ചേട്ടാ, ഏകദേശം ഇപ്പൊ നമുക്ക് ഇതിന് എത്ര സമയം കൊണ്ട് ഇവർ നിർദ്ദേശം തരുന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ ചേട്ടന്റെ അടുത്തും ഒരു പാനിക് ബട്ടൺ ഉണ്ടല്ലോ. അതായത് ഡ്രൈവർമാർക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലാണ് ഈ 2 പാനിക് ബട്ടൺ ഉള്ളത്. ഈ ബട്ടൺ അമർത്തിയാലും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവുന്നില്ല എന്നല്ലേ? ഒന്ന് ജസ്റ്റ് നമുക്ക് അത് വിടാം. തന്നെ വന്നിട്ടില്ല. സാധാരണ ചേട്ടന് വരണം, അതേസമയം തന്നെ അവർ ഇതിലേക്ക് വിളിച്ചു പോയിട്ട്. അതെ അതെ അതെ, അങ്ങനെയാണ് സാറിന് വരേണ്ടത്. പക്ഷെ ഒരു മെസ്സേജുകളും ഇതിനകത്ത് വന്നിട്ടില്ല. നിങ്ങളോട് ഈ പാനിക് ബട്ടൺ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നു? എന്താണ് കാര്യം? അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം? അല്ല, പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് ആയിട്ടാണ് അവർ വെക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതുകൊണ്ടൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് ഇന്നുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിൽ മാത്രം എന്തിനിത്ര ധൃതി പിടിച്ച് ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഇത് നടപ്പാക്കി എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിത് കോടതിയെ ധരിപ്പിച്ചുകൊണ്ട് ഇതൊരു സുതാര്യമായ രീതിയിലൂടെ ഈ സംവിധാനങ്ങൾ നടപ്പാക്കണം. ഇത് വർഷാവർഷം 3000 തൊട്ട് 6000 രൂപ വരെ റീചാർജ് മേടിക്കുന്ന ധാരാളം കമ്പനികളുണ്ട് ഇവിടെ. അതിനൊരു ഏകീകരണമില്ല ആ റീചാർജ് സംവിധാനത്തിന്. അതുപോലെ ഈ ഡിവൈസിന് ഭീമമായ തുക മുടക്കിയിട്ടാണ് പലരും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. വാഹന ഉടമകളെല്ലാം തന്നെ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കർണാടക ലാങ്കോളം ഉണ്ടായ ആ ലോറി അപകടത്തിൽ ഈ ഗവൺമെൻറ് സംഘടിപ്പിച്ച GPS വർക്കായിട്ടില്ല. ആ വർക്കായിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നടപ്പാക്കാൻ പറ്റുമായിരുന്നു. സംവിധാനം ഒരു കാരണവശാലും ഇത് കൃത്യമാണെന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വസ്തുവാണ്. സർക്കാരിന് ഈ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെന്നുള്ള ഒരൊറ്റ വസ്തുതയേ ഇതിലുള്ളൂ. സുരക്ഷാ ബട്ടൺ അമർത്തി ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം കാത്തിരുന്നു. പക്ഷേ ഒരു മെസ്സേജോ ഒരു വിളിയോ പോലും കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ നിലവിൽ ഇതൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ ചെയ്തത് എന്ന് പറയാം. പക്ഷേ ഈ ഒരു പാനിക് ബട്ടൺ വയ്ക്കുമ്പോൾ, GPS ഘടിപ്പിക്കുമ്പോൾ കൃത്യമായി കുട്ടികളുടെയും സ്ത്രീകളുടെയും അടക്കം സുരക്ഷ ഉറപ്പാക്കുമെന്നത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കൃത്യമായി ഈ സംവിധാനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. സംവിധാനങ്ങളുണ്ട്, പക്ഷേ അങ്ങനെ ഒരു സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമുക്ക് ഈ യാത്രയിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.